നമുക്കൊന്നും നാണമില്ല. നമ്മൾ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും മതവും പറഞ്ഞ് ആക്ഷേപിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തൊന്ന് കണ്ടാൽ പോയി. ആളുകൾ പണ്ട് കക്കൂസിനകത്ത് എഴുതുന്ന മുഴുവനും ഇന്ന് അവരുടെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരു മതമേ അല്ല, ജാതി സംഘടനയാണ്. താനോ ഞാനോ അതിനകത്ത് ചേരാൻ തീരുമാനിക്കുകയാണെന്ന് വെച്ചാൽ എവിടെ ചേരും? ഇന്ത്യക്കാരെന്ന് വിളിക്കുന്നതിന് പകരം ഉപയോഗിച്ച വാക്കാണ് ഹിന്ദുക്കളെന്ന്, അല്ലാതെ അതൊരു മതമൊന്നുമല്ല. അത് ഇന്ന് RSSകാരുണ്ടാക്കുന്നതാണ് ഈ ഹിന്ദു മതം. അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ് ഈ പാവം പിടിച്ച മനുഷ്യരും. നീതിപൂർവമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് വയ്ക്കുന്ന ഒരു ഇൻഡിക്കേറ്ററും ഇതിനകത്ത് കീഴോട്ടല്ലാതെ ഈ 10 വർഷത്തിൽ പോയിട്ടില്ല എന്നുള്ളതിന് ഒരു സംശയവും നോക്കുക. അപ്പം നമ്മൾ ആ റോഡുകളിനകത്തൂടെ പണമുള്ളവരുടെ കാർ ഓടിക്കാം എന്ന് പറയുമ്പോൾ, കാരണം ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ടോൾ കൊടുക്കേണ്ടതാണ്. സാധാരണക്കാർ ആ റോഡിൽ കയറാനേ പറ്റത്തില്ല എന്നുള്ള റോഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് പേടിക്കേണ്ട ഒരു രാജ്യമായിട്ടാണ് മാറുന്നത്. പക്ഷെ നമ്മുടെ ജനതയ്ക്ക് അത് അനുഗുണമായിട്ട് വരുന്നില്ല എന്നുള്ളത് ഞാൻ പറയേണ്ട എൻ്റെ വിലയിരുത്തലൊന്നും അല്ല. ഞാൻ വ്യക്തിപരമായി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നോക്കിയാൽ പറ്റും. ഭരണത്തിനെ പറ്റിയുള്ള ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കിയാലും ജനങ്ങൾക്ക് വിരുദ്ധമായി തീർന്നിരിക്കുന്ന ഒരു കേന്ദ്ര ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ട്. മുകളെ അറ്റത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഈ താഴെ അറ്റത്തുള്ളിടത്ത് മാത്രമാണ് അല്പമെങ്കിലും നീതിയുള്ള ഒരു സമൂഹം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് വെച്ച് നോക്കിയാലും കേരളം, തമിഴ്നാട്, മൈസൂർ, കർണാടക. രാജാവിന്റെ വിജയം ജനങ്ങളുടെ വിജയമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാർക്ക് പകരം അതേ തലപ്പാവും അതേ വേഷവും കെട്ടി ദിവസവും ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ കവിഞ്ഞ് യാതൊരു തരത്തിലും ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് വടക്കേ ഇന്ത്യയിലെ മുതലാളിമാർക്ക് കൊടുക്കുക എന്ന് പറയുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, 5 വർഷം മുൻപ് ഞാൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അന്ന് ഭരണമാറ്റം സംഭവിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി എന്നുള്ള അദ്ദേഹം ഒരു കാരണവശാലും വരാൻ പാടില്ലാത്തതാണ്, ഇന്ത്യയിൽ വരാൻ പാടില്ലാത്തതാണ് എന്ന് അന്ന് താങ്കൾ പറയുകയുണ്ടായി. ഞാൻ അതിലേക്ക് വരാം. അതിനപ്പുറത്തേക്ക് 10 വർഷത്തിലധികമായി ഇന്ന് നരേന്ദ്രമോദി സാർ ഭരിക്കുന്നു. അത് താങ്കൾ അന്ന് ആ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചത് മതം വല്ലാതെ വിൽക്കപ്പെടും, നിങ്ങൾ നോക്കി വെച്ചോളൂ, ഇത്തരം രീതിയിലേക്ക് പെരുമാറും, മതത്തെ വല്ലാത്ത രീതിയിലേക്ക് ചൂഷണം ചെയ്യും, അതുപോലെ തന്നെ മത നേതാക്കന്മാർ തമ്മിൽ പല സംഭവങ്ങളുണ്ടാവും, അതിനപ്പുറത്തേക്ക് പല നിയമങ്ങൾ വരും, ആ നിയമങ്ങൾ വരും മനുഷ്യനെ ബുദ്ധിമുട്ടാക്കും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അധികാരത്തിൽ വീണ്ടും 5 വർഷം വരികയാണ്. ഇപ്പോൾ വീണ്ടും 5 വർഷത്തിലേക്ക് ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷത്തിലധികമായി എന്താണ് നരേന്ദ്രമോദി സർക്കാർ ശരിക്കും ഇന്ത്യയിലെ ജനങ്ങളോട് ചെയ്തത്? നല്ലതാണോ മോശമാണോ? അത് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ വ്യക്തിപരമായി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നോക്കിയാൽ പറ്റും. ഭരണത്തിനെ പറ്റിയുള്ള ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കിയാലും ജനങ്ങൾക്ക് വിരുദ്ധമായി തീർന്നിരിക്കുന്ന ഒരു കേന്ദ്ര ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ട്. ദാരിദ്ര്യ സൂചിക എടുത്ത് നോക്ക്, ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്ത് നോക്ക്. വികസനം എന്ന് നമ്മൾ പറയുന്നത് ജനങ്ങളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിന്റെ വശങ്ങൾ എടുത്ത് നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് ആകെപ്പാടെ കാണാൻ പറ്റുന്ന ലോകത്തെ വ്യാപകമായി ബ്രിട്ടീഷുകാർ റെയിൽ റോഡ് ഉണ്ടാക്കിയതുപോലെ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും പട്ടാളക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ആ റോഡുകൾ ഉണ്ടായതുപോലുള്ള റോഡുകൾ മാത്രമാണ് ഇവിടെ ആകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിനകത്ത് തന്നെ തിരുവനന്തപുരം മിലിറ്ററിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഭരണം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിനെ ബലപ്പെടുത്തുന്ന സംവിധാനമാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ആ റോഡുകളിനകത്തൂടെ പണമുള്ളവരുടെ കാർ ഓടിക്കാം എന്ന് പറയുമ്പോൾ, കാരണം ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ടോൾ കൊടുക്കേണ്ടതാണ്. സാധാരണക്കാർ ആ റോഡിൽ കയറാനേ പറ്റത്തില്ല എന്നുള്ള റോഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യും, അതിനൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. ഈ റോഡ് വേണ്ടെന്നാണോ ഈ പറയുന്നത്? അങ്ങനല്ല. ഈ റോഡ് ജനങ്ങളുടേതായിട്ട് മാറ്റുന്ന പ്രക്രിയ അതിന്. അത് ഒരു ചെറിയ വിഭാഗത്തിന് എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ ദരിദ്രരും ഇവിടുത്തെ പണക്കാരും തമ്മിലുള്ള ഡിവൈഡ് എടുത്തെന്ന് പരിശോധിച്ചാൽ ലോകത്ത് ഇതുവരെ ഉള്ളത്, ഞാൻ അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ അത്രയും വലിയ ഡിവൈഡ്. ഇതേപോലെ സംവിധാനമാണ് അവിടെയുള്ളത്. ജനാധിപത്യം, 2 രാജ്യവും ജനാധിപത്യമാണെന്നാണല്ലോ പറയുന്നത്. ഈ പറയുന്നതിന് ഇത്രയധികം ഡിവിഷൻ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഇപ്പോൾ ബോംബെയിലെ
ചേരി പ്രദേശത്തുള്ള ആളുകൾ തൊട്ടപ്പുറത്ത് മതിലിട്ട് കെട്ടിയാണ് ഇത് നിർത്തിയിരിക്കുന്നതെന്ന് അറിയണം. ആ ചേരി അതിനപ്പുറത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ മേലാത്ത സ്വത്തുള്ള മനുഷ്യരുണ്ടായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനവാന്മാരുണ്ടായിരിക്കുന്ന ഒരു പ്രദേശവുമാണ് ഇന്ത്യ. ആ ധനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന, ഇതിനെ വികസനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മൂന്നാമത്തോ നാലാമത്തോ ആയിട്ടുള്ള സാമ്പത്തിക ശക്തിയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മിലിറ്ററി ശക്തിയുമാണ്. ബാക്കിയുള്ളവർക്ക് പേടിക്കേണ്ട ഒരു രാജ്യമായിട്ടാണ് മാറുന്നത്. പക്ഷെ നമ്മുടെ ജനതയ്ക്ക് അത് അനുഗുണമായിട്ട് വരുന്നില്ല എന്നുള്ളത് ഇന്ത്യക്ക് ഞാൻ പറയണ്ട, എൻ്റെ വിലയിരുത്തലൊന്നും അല്ല. ലോകത്തിലുള്ള ഏത് തരത്തിലുള്ള നീതിപൂർവമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് വയ്ക്കുന്ന ഒരു ഇൻഡിക്കേറ്ററും ഇതിനകത്ത് കീഴോട്ടല്ലാതെ ഈ 10 വർഷത്തിൽ പോയിട്ടില്ല എന്നുള്ളതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. അതേ സമയത്ത് 2 ഇൻഡിക്കേറ്ററാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ്? ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ലോകമായിട്ടും ഏറ്റവും കൂടുതൽ പണക്കാരുള്ള ലോകമായും ഏറ്റവും കൂടുതൽ അധികാരമുള്ള പട്ടാളം ഉണ്ടായിട്ടുള്ള രാജ്യവുമായി ഇന്ത്യ ഇതേ സമയത്ത് മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ വിജയം, രാജാവിന്റെ വിജയം ജനങ്ങളുടെ വിജയമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള ജീവിതം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മുകളെ അറ്റത്തുനിന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഈ താഴെ അറ്റത്തുള്ളിടത്ത് മാത്രമാണ് അല്പമെങ്കിലും നീതിയുള്ള ഒരു സമൂഹം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കേരളം, തമിഴ്നാട്, മൈസൂർ, കർണാടക തീർന്നു. മൈസൂരല്ല, ആന്ധ്ര. ഈ പറയുന്ന 4 സംസ്ഥാനത്താണ് താരതമ്യേന മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടായിരുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ മുഴുവനും ആളുകൾ എവിടെ കിടക്കുന്നോ അവിടെ തന്നെ കിടക്കുന്നത്. അവിടെ തന്നെയാണ് ഈ പറയുന്ന ഭരണക്കാരുടെ വോട്ട് കിട്ടുന്ന സ്ഥലവും അത് തന്നെയാണ്. കാരണം ജാതി മത ബോധത്തോടെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തിയവരുടെ ലോകമാണ്. അത് തന്നെയാണ്. അല്ലാതെ ജനാധിപത്യ സംസ്കാരത്തിന്റെ യാതൊരു റിഫ്ലക്ഷനും അതിനകത്ത്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരു മതമേ അല്ല, ജാതി സംഘടനയാണ്. താനോ ഞാനോ അതിനകത്ത് ചേരാൻ തീരുമാനിക്കുകയാണെന്ന് വെച്ചാൽ എവിടെ ചേരും? ഏത് ജാതിയിലും നമ്മളെ എടുക്കുകയുള്ളൂ. ഇതുകൊണ്ട് അങ്ങനെ ഒരു മതമില്ല. അത് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെന്ന് വിളിക്കുന്നതിന് പകരം ഉപയോഗിച്ച വാക്കാണ് ഹിന്ദുക്കളെന്ന്. അല്ലാതെ അതൊരു മതമൊന്നുമല്ല. അത് ഇന്ന് RSSകാരുണ്ടാക്കുന്നതാണ് ഈ ഹിന്ദു മതം. അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ് ഈ പാവം പിടിച്ച മനുഷ്യരുമുണ്ട്. അവരെ പട്ടാള ചിട്ടയോടെ പരിശീലനം കൊടുത്ത് മറ്റുള്ളവരെ കീഴടക്കാനായിട്ട് മാത്രം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. അതിനകത്ത് എന്താണ്, അഗ്നിവീർ വരെ ഉണ്ടാക്കി പട്ടാളം പോലും ബ്രേക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പണിയാണ്. രാമക്ഷേത്രം ഉണ്ടാക്കുക അല്ലയോ ഈ മോദി എന്ന് പറഞ്ഞ വിദ്വാൻ ഉണ്ടാക്കിയത്? എത്ര അപമാനകരമായ ഒരു രാജ്യത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രഡിക്റ്റ് ചെയ്തത് നടക്കുന്നു എന്നുള്ളതിന് തെളിവാണുള്ളത്. നമ്മൾ വിജയിക്കുന്നത് എവിടെയാണ്? പട്ടാളത്തിന്റെ ബലത്തിലാണ് വിജയിക്കുന്നത്. ഇത്രയും അധികം ആയുധം ഉണ്ടാക്കിയവർ, ഇത്രയും അധികം പട്ടാളക്കാരെ ഉണ്ടാക്കിയത്, റോഡും പാലവും ഉണ്ടാക്കി എന്ന് പറയും. 1000 പാലം തകർന്നതിനിടയ്ക്ക് അത് വേറെ. അഴിമതി കൂത്തരങ്ങാണെന്നുള്ളതിന് സംശയവും വേണ്ട. അഴിമതി ഇല്ലാത്ത ആളാണല്ലോ. 8,000 കോടിയുടെ പ്ലെയിനകത്താണ് യാത്ര ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സാധനമാണത്. അതാണ് അയാളുടെ മോഡൽ. ഇത്തരത്തിലുള്ള രാജാക്കന്മാർക്ക് പകരം അതേ തലപ്പാവും അതേ വേഷവും കെട്ടി ദിവസവും ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ കവിഞ്ഞ് യാതൊരു തരത്തിലും ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് ഈ വടക്കേ ഇന്ത്യയിലെ മുതലാളിമാർക്ക് കൊടുക്കുക എന്ന് പറയുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദാനിയുടെ പേരിൽ എത്ര കേസ് വന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ ഏറ്റവും ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട ആളാണ് അയാൾ. അതിനകത്ത് പരസ്യത്തിന് നിന്ന വിദ്വാനാണ്. കള്ളന് കുടപിടിക്കുകയല്ല, കള്ളന് കൂടെ കിടക്കുന്നവനാണ് പ്രധാനമന്ത്രി. അത് കാരണം കൊണ്ട് അതിന്റെ മേളിലൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട. അതിന്റെ ഭരണം നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലവർ വിജയിക്കുന്നുണ്ട്, സംശയമൊന്നും വേണ്ട. അവരതിൽ വിജയിക്കുന്നുണ്ട്. അത് കീഴ്പ്പെടുത്തുകയും ചെയ്യും. നമ്മളെപ്പോലെ എതിര് പറയുന്നവരെ നിശബ്ദരാക്കുന്ന ഇൻഫർമേഷൻ നിയമങ്ങളും സംസാരിക്കുന്നത് തന്നെ. ഇനി ഞാൻ ഈ പറയുന്ന സാധനം മുമ്പോട്ട് പോകാൻ പറ്റാത്തിടത്തേക്ക് ഈ പറയുന്ന വെബ് ചാനലുകൾ മുഴുവനും ഇല്ലാതായി പോകുന്ന നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആധുനികമായ പണ്ട് മതത്തിനകത്തൂടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന പോലെ പ്രോപ്പഗൻഡ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ മുഴുവൻ വിഷ്വൽ പ്രിന്റ് മീഡിയ മുഴുവൻ അവരുടെ കയ്യിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ആ നീങ്ങിയിരിക്കുന്നതിന്റെ പ്രോഡക്റ്റും കൂടെ കഴിഞ്ഞാൽ
നല്ല പാടായിരിക്കും. കലാപങ്ങൾ ഉണ്ടാകുന്ന സമൂഹമായിട്ട് നമ്മൾ മാറും. അതിനകത്ത് ഒരു സംശയവും. ഈ മതപരമായിട്ട് എത്രത്തോളം താങ്കൾ അന്ന് പറഞ്ഞ് മതപരമായിട്ട് വല്ലാത്ത രീതിയിലേക്ക് ചൂഷണം നടത്തും, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു തവണ അവർ തിരിച്ചു വന്നാൽ ഇത്രയേറെ വലിയ ഭീകരമായിരിക്കുമെന്ന് മതപരമായിട്ട് താങ്കളുടെ കാഴ്ചപ്പാടിൽ എത്രത്തോളം വേർതിരിവുണ്ടായിട്ടുണ്ട്? ശരിക്കും പഴയ കാലത്ത് 10 വർഷം നമുക്കെന്നും നാണമില്ല നമ്മൾ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും മതവും പറഞ്ഞ് ആക്ഷേപിക്കാൻ. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തൊന്ന് കണ്ടാൽ പോയി. ആളുകൾ പണ്ട് കക്കൂസിനകത്ത് എഴുതുന്ന മുഴുവനും ഇന്ന് അവരുടെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. വീടുകളിനകത്ത് കൂട്ടുകാർ, ഇപ്പൊ എൻ്റെ വീട്ടിനകത്തേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടാൽ ആ പറഞ്ഞു വിടുന്ന ആള് വീട്ടിൽ വന്ന് നമ്മുടെ കൂട്ടുകാരനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന ആള് കൃത്യമായിട്ട് അയാള് വന്ന് കാപ്പിയൊക്കെ കുടിച്ച് പോയി കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാർ പറയും, നീ എന്തിനാണ് ഈ അവനെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. ആ ചോദിച്ചിരുന്ന ചോദ്യം ഇന്ന് പരസ്യമായി ചോദിക്കുന്നിടത്ത് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇപ്പോൾ. അത് നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. ജാതീയമായും മതപരമായും പരമാവധി ധ്രുവീകരിക്കാവുന്ന അത്രയും അവർ ധ്രുവീകരിച്ചിട്ടുണ്ട്. ഇനി എളുപ്പമൊന്നുമല്ല. ഇനി നമ്മൾ ഒരു ഇന്ത്യൻ യൂണിയനായി തുടരാൻ, യൂണിയനല്ല, നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് വീണ്ടും അവർ നോക്കുന്നത്. അത് അഖണ്ഡ ഭാരതം ഉണ്ടാക്കാനാണ് അവർ നോക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കലാപങ്ങളുടെ ലോകം ഉണ്ടാകുന്നതായിരിക്കും നമ്മുടെ മുന്നിലുണ്ടാകുന്നത്. അത് ആ കലാപം ഉണ്ടാക്കാതെ ഒഴിയാൻ പറ്റുമെങ്കിൽ അതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞപ്പം കലാപമൊന്നും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ടുണ്ടായ ഐക്യത്തിനപ്പുറത്തോട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാരണം കൊണ്ട് സോവിയറ്റ് യൂണിയൻ പിരിയുന്നത് പോലെ പിരിയാവുന്ന ഒരു ഇടം മാത്രമാണ് ഇന്ത്യ. പക്ഷെ അത്ര എളുപ്പമല്ല. അത് എളുപ്പമല്ലെന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് പട്ടാളം ഉള്ളത്. അതാണ് അതിന്റെ സ്ഥലം. അതിനെ അങ്ങനെ തന്നെ നിലനിർത്തുന്നത് കൊണ്ട് അടിച്ചമർത്തലുകൾ ഉണ്ടാകും, കലാപങ്ങൾ ഉണ്ടാകും. ഒരു അനാവശ്യമായ ഒരു യുദ്ധ ഭൂമിയായിട്ട് ഇന്ത്യ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ കഴിഞ്ഞ് പിരിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്.